വന്യമൃഗശല്യം തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോതമംഗലത്ത് ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. KSRTC ജംഗ്ഷനിൽ നിന്നും DFO ഓഫീസിലേക്കായിരുന്നു മാർച്ച്. വന്യമൃഗശല്യം പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് കോതമംഗലത്ത് ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി. KSRTC ജംഗ്ഷനിൽ നിന്നും DFO ഓഫീസിലേക്കായിരുന്നു മാർച്ച്. പ്രതിഷേധ സമ്മേളനം കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല എന്ന് നമുക്കറിയാം. പലരുടെയും അനാസ്ഥ മൂലം സംഭവിച്ച കാര്യമാണ്. 6 മാസം മുമ്പ് ഇതേ സ്ഥലത്ത് നാം വന്നിരുന്നു, പ്രതിഷേധ റാലി നടത്തി. അന്ന് പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഗവൺമെന്റോ വനപാലകരോ ഒന്നും അത് ചെവിക്കൊണ്ടില്ല. അതിന്റെ ഫലമായിട്ടാണ് ഇന്നും നാം ഇവിടെ വരേണ്ടി വന്നത്. ഇതിവിടെ ആരെയും എതിർക്കുവാൻ വേണ്ടിയല്ല, ജനങ്ങളുടെ ജീവിതത്തിന് സംരക്ഷണം കിട്ടണം. ഇവിടെ വനപാലകരുണ്ട്, ജനപാലകരാരുമില്ല. വനത്തെ പരിപാലിക്കുവാൻ ആളുകൾ ധാരാളമുണ്ട്. ഇവിടെ ഓഫീസിലിരിക്കുന്നവരെല്ലാം അങ്ങനെയാണ്. ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുവാനായിട്ട് ഇന്നെല്ലാവരും മടിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടായി കഴിഞ്ഞാൽ ഇതായിരിക്കില്ല മനുഷ്യരുടെ പ്രതികരണം. MLA-മാരായ ആന്റണി ജോൺ, മാത്യു കുഴൽനാടൻ എന്നിവരും ഏലിയാസ് മാർ ജൂലിയസ്, ഫാദർ സിബി ഇടപ്പുളവൻ, ഫാദർ അരുൺ വലിയതാഴത്ത്, ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, ഫാദർ റോയി കണ്ണഞ്ചിറ, ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്, PA യാഹിയ, PA സോമൻ, സണ്ണി കടുത്താഴെ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.